നമസ്കാരം സുഹൃത്തുക്കളെ, 10th പ്രിലിംസ് സ്റ്റഡി ചാലഞ്ച് ഡേ 2-ൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. സോ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പൂവാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ ഓർത്ത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടാണ് കേട്ടോ. ഈ പൂ കാണുമ്പോൾ ആശാൻ്റെ വീണ പൂവ് എന്ന് പറഞ്ഞ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹാ പുഷ്പമി അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കേ നീ. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും, അതായത് നമ്മുടെ ടീനേജ് സമയത്ത് ഒത്തിരി സമയമൊക്കെ വെറുതെ കളഞ്ഞ് രാജ്ഞിയെ പോലെ ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി നമ്മൾ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റിയൊക്കെ തിങ്ക് ചെയ്ത് സ്ട്രെസ്സായിട്ട് പഠിക്കാൻ സമയമില്ലാത്ത ആ ഒരു അവസ്ഥയാണ് ഈ പൂ എന്നെ ഓർമ്മിപ്പിച്ചത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെക്കുന്നത് രാവിലെ. ഇതൊരു നല്ല ആക്ടിവിറ്റിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കറണ്ട് അഫെയർസ് പഠിച്ചു. അപ്പോൾ ഞാൻ പി കെ ക്ലാസ്സസ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അവരുടെ ഒരു ഫ്രീ കറണ്ട് അഫെയർസ് കോഴ്സാണിത് കേട്ടോ. അപ്പോൾ അതാണ് നോക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി. ഇപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല കപ്പയും മത്തിക്കറിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മെസ്സായിട്ട് കിടക്കുമായിരുന്നു, കുറച്ച് പാത്രം. അപ്പം അതും കൂടെ കഴുകി വെച്ചിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം മെസ്സായിട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പുത്രി എന്തിയെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അവിടെ ഒരു തല ഇപ്പോൾ കാണാൻ പറ്റും, ആ സൈഡിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ കേട്ടോ. അപ്പം ഡേ 1 സ്റ്റഡി ചാലഞ്ച് ഡേ 1 വീഡിയോ കണ്ടവർക്കറിയാം, എനിക്ക് ആ ഫസ്റ്റ് ഡേയിൽ വീഡിയോ പഠിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ബാക്കി തന്നെയാണ് പഠിക്കുന്നത്. കാരണം വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പഠിക്കാണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പം അത് തീർത്തിട്ട് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാനുണ്ട്. നിങ്ങൾ ആ തല കാണുന്നില്ലേ കേട്ടോ, അതിലും വഴി ഓടി നടപ്പുണ്ട്. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ, എന്തോ സ്നാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പിടിച്ചിട്ട് അവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അവളെ എടുത്തിട്ട് വായിച്ചുകൊണ്ട് വരണം. അപ്പം ഞാൻ നമ്മുടെ പോർഷൻ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ, നവോത്ഥാനത്തിൻ്റെ 2 ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും, ആ 2 പോർഷനും, പിന്നെ അതായത് എല്ലാത്തിൽ നിന്നും ഓരോരോ പോർഷൻ വെച്ച് ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ടോപ്പിക്സിൽ നിന്നും. പിന്നെ ഇതിപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ മടക്കി വെച്ചിരിക്കുന്ന പി കെ ക്ലാസ്സസിൻ്റെ ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് ആ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കുവാണ് എന്തൊക്കെ എന്തൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങൾ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാം. അപ്പോൾ ഞാൻ അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിക്ക് തീർത്തു കേട്ടോ. ഇനി ദേശീയോദ്യാനം പഠിക്കാൻ നേരത്ത് അത് എഴുതി വെച്ചാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ പുത്രി അപ്പോൾ കരഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ, അവളെപ്പോഴും പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി അവളും കൊണ്ട് അവൾ കുറച്ച് നേരം അവിടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ ഫോണിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇത് രാത്രി സമയമാണ് കേട്ടോ ഗൈസ്. അപ്പം എൻ്റെ സമയം എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എഴുതി വെക്കുവാണ്. അത് ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് പഠിക്കണമെന്ന് തലേദിവസമേ പ്ലാൻ ചെയ്ത് വെക്കണം. ജോലി ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കണം, അല്ലാതെ ബുക്ക് വെച്ച് പഠിക്കരുത്. അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. ബേബിയെ ഫീഡ് ചെയ്യുന്ന സമയം, ബേബി ഉറങ്ങുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെന്താ, നൈറ്റ് ടൈം ബേബി ഉറങ്ങുമ്പോൾ അപ്പം തന്നെ പഠിക്കണം. നൈറ്റ് ടൈം ബേബി ഉറങ്ങി നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടാണ്, അവിടെ തന്നെ കിടന്നു പോകും. പിന്നെ കോൾസൊന്നും എടുക്കരുത്, പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും മെസ്സേജും കോൾസും എടുക്കരുത് എന്ന് പറയുമ്പോൾ ഞാനൊരു 4.5 മണിക്കൂർ രാത്രി ഇരിക്കാമെന്ന് പറഞ്ഞ് ടൈമർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 11:30 സമയമായി, രാത്രിയിൽ 11:30 സമയമായി. 11:30 തൊട്ട് ഒരു 4 മണി രാവിലെ വരെ, 4:30 വരെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നിങ്ങനെ നടക്കുമെന്നറിയില്ല. എനിക്കൊരു 3 മണി കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും ഗൈസ്. ഇത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ പഠിക്കുമായിരുന്നു ഞാൻ ആരായനെ. അങ്ങനെ ഞാൻ പഠിക്കുന്നില്ല. ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ വരും. ആ സമയത്ത് പ്രത്യേകിച്ച് സ്റ്റഡി ചാലഞ്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ട് സ്റ്റഡി ചാലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കണമല്ലോ, അല്ലാതെ ഞാൻ വെറുതെ വീഡിയോ ഇട്ട് നിങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. അതാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത്ര നേരം ഇരുന്നായിരുന്നു കേട്ടോ. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നമ്മൾ ഡ്രീം ചെയ്യണം. ഡ്രീം ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് കാര്യം. നമ്മൾ സ്വപ്നങ്ങൾ കാണുക. അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം സ്വപ്നങ്ങൾ കാണുക. നിങ്ങളിപ്പം ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണുക. ഓക്കെ, നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നത്, നമ്മൾ കാർ ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും രൂപയുള്ളത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് സ്വപ്നം കാണുക. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ ഈ സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ആ സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഊർജ്ജം വരും. നമുക്ക് ഇപ്പോൾ ലേസിനെസ് ആണെങ്കിൽ നമുക്ക് ആ ലേസിനെസ് മാറ്റി എഴുന്നേക്കാൻ തോന്നും.